സാറേ സാറേ എന്താണ് സാറേ ഇപ്പോൾ ഈ ഉരുൾപൊട്ടലുണ്ടായപ്പോഴേ സർക്കാരിൻ്റെ അടിയന്തര സഹായം ഒരു 10,000 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ എടുക്കാൻ വന്നപ്പോൾ അത് അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു എന്ന് പറഞ്ഞു. നിങ്ങൾ അത് ഡ്യൂസ് വരുത്തിയോണ്ടല്ലേ സാറേ? ഈ കഴിഞ്ഞ മാസത്തേതും ഈ മാസത്തെ ഉള്ള ഡ്യൂവേ ഉള്ളു സാറേ, അല്ലാതെല്ലാം ഞാൻ കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്നതാണ്. അത് നടക്കത്തില്ല. നിങ്ങൾ അടച്ചേ പറ്റത്തുള്ളൂ. അടച്ച പൈസ തിരിച്ചു തരുന്ന പരിപാടിയൊന്നും ബാങ്കിനില്ല സാറേ. തൽക്കാലത്തേക്ക് സാർ കുറച്ച് പൈസ എനിക്ക് തന്നെ സാറേ. ഞാൻ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയിട്ടേ ഞാൻ കുറേശ്ശെ കൃത്യമായിട്ട് അടച്ചോളാം സാറേ. ഇല്ല നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് പറ്റത്തില്ല. ബാങ്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ലോൺ തന്നിട്ടുണ്ട്. നിങ്ങൾ അത് കറക്റ്റായിട്ട് എല്ലാ EMI കറക്റ്റ് ചെയ്ത് നിങ്ങളത് തിരിച്ചടയ്ക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഡ്യൂസ് വരുത്തി കഴിഞ്ഞാൽ ബാങ്ക് നടപടി എടുത്തിരിക്കും സാറേ. ഇവിടുന്ന് ലോൺ എടുത്ത പൈസയും കൊണ്ട് ഞാൻ 8 പശുവിനെ മേടിച്ചായിരുന്നു സാറേ. ഈ പ്രളയം വന്നപ്പോഴേ അന്ന് എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ വീടും ഈ പശു മൊത്തം ഒലിച്ചു പോയി. ഞങ്ങൾ അറിഞ്ഞ പത്രത്തിൽ കൂടെ ഞങ്ങളത് വായിച്ചത് സാറേ. എനിക്കിനി ഒന്നുമില്ല. അത് കൂടുതൽ പറയാനുള്ള കാര്യമില്ല സാറേ. ആ പൈസ എൻ്റെ അക്കൗണ്ടിലോട്ട് ഒന്ന് തിരിച്ചിട്ടാ സാറേ. എന്തിനാ സാറേ ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് നിങ്ങൾക്കറിയോ ഈ ദുരന്തം നടന്നതിന് ശേഷം എവിടുന്നൊക്കെ ഈ ലോകത്തിന്റെ നാനാഭാഗത്തുനിന്ന് എത്രയോ രൂപകളാണ് കിട്ടിയിട്ടുള്ളത്. എത്രയോ രൂപ അവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. സാറേ കോടിക്കണക്കിന് രൂപ കിട്ടിക്കാണും. അതൊക്കെ കൈയിട്ട് വരാൻ ആളും കാണും. ഇതൊക്കെ താഴെ ഞങ്ങളെപ്പോലുള്ള പാവങ്ങൾക്ക് കിട്ടിയാലായി കിട്ടിയില്ലായി. ഇവിടെ തനിക്കറിയാവോ ചൂരൽമലയിലുള്ള ഞങ്ങളുടെ ബ്രാഞ്ച് ഒലിച്ചു പോയിട്ടും താൽക്കാലികമായിട്ട് ഈ ബ്രാഞ്ച് ഇട്ടിരിക്കുന്നത് തന്നെപ്പോലുള്ള പൈസ തരാത്ത ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നിങ്ങളുടെ പശു ചത്താലും നിങ്ങളുടെ മോൻ ചത്താലും നിങ്ങളുടെ ഭാര്യ ചത്താലും ബാങ്കിന് ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. ഞങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയും ഈ പൈസ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾ സമയം മെനക്കെടുത്തത്. ഞാൻ സാറിൻ്റെ ബാങ്കിൻ്റെ പൈസ അടച്ചോളാം. എനിക്ക് താഴെ ഭൂമിയും മേളിൽ ആകാശവും മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ മാത്രമേ ഉള്ളൂ സാറേ സ്വന്തമായിട്ട്. ഞാൻ സാറിൻ്റെ പൈസ അടയ്ക്കും. പക്ഷേ സാറേ മനുഷ്യനായാലേ ഇച്ചിരി മനസാക്ഷി വേണം സാറേ. ദൈവം പോലും സാറിനോട് പൊറുക്കത്തില്ല. ദൈവം പോലും പൊറുക്കത്തില്ല. നിങ്ങളൊക്കെ മനുഷ്യരാണോ സാറേ? നിങ്ങളൊക്കെ മനുഷ്യരാണോ സാറേ? എനിക്കത് ഒരു ചെറിയ സഹായമെങ്കിലും സാർ ചെയ്തിട്ടുണ്ട്. വേണ്ട സാർ, നിങ്ങളുടെ പൈസ എനിക്ക് വേണ്ട. നിങ്ങളെന്ത് ഒരു കാലത്ത് ഗുണം പിടിക്കത്തില്ല സാർ. അത്ര വിഷമം കൊണ്ട് ഞാൻ പറയും. ഇവിടെ ഇരുന്നുകൊണ്ട് കണ്ണീരൊന്നും പൊഴിക്കണ്ട. പോകാനുള്ള പണി നോക്ക്. ഇവിടെ പരിപാടിയൊന്നും നടക്കത്തില്ല.